കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ കുഞ്ഞിന് പുതുജീവൻ. സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞ് കരഞ്ഞു. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ദുരനുഭവമുണ്ടായത് സുപ്രീത് ഹരീഷ് ദമ്പതിമാർക്കാണ്. കുഞ്ഞു മരിച്ചെന്ന് വിധി എഴുതിയത് 3 ദിവസം കിടത്തി ചികിത്സിച്ച ശേഷമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. കർണാടകയിലെ ചിക്കമംഗളൂരു ജില്ലയിലെ ലോകാവലി എന്ന ഗ്രാമത്തിലെ ഒരു നിർധന ദമ്പതിമാർക്കാണ് സ്വകാര്യ ആശുപത്രിയുടെ അനാസ്ഥ നേരിടേണ്ടി വന്നിരിക്കുന്നത്. പനി ബാധിച്ച കുഞ്ഞുമായാണ് ഇവർ ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. 3 ദിവസം ഇവിടെ കുഞ്ഞിനെ കിടത്തി ചികിത്സിച്ചു. ഓക്സിജൻ സപ്പോർട്ട് ഉൾപ്പെടെ നൽകി. അതിനുശേഷമാണ് ഓക്സിജൻ മാറ്റിയാൽ ഉടൻ കുഞ്ഞ് മരിക്കുമെന്നും ഇവർ വ്യക്തമാക്കിയത്. തുടർന്ന് ഓക്സിജൻ മാറ്റി കുഞ്ഞ് മരിച്ചു എന്ന് വിധി എഴുതി മൃതദേഹം ഈ കുട്ടിയെ വിട്ടു നൽകുകയായിരുന്നു രക്ഷിതാക്കൾക്ക്. തുടർന്ന് സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് കുട്ടി അപ്രതീക്ഷിതമായി കരഞ്ഞത്. ഇതോടെ രക്ഷിതാക്കൾ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ കുട്ടിയെ എത്തിച്ചു. അവിടെ നിന്നും ആവശ്യമായ ആംബുലൻസ് സൗകര്യങ്ങളും മറ്റും എല്ലാം ഏർപ്പെടുത്തുകയുണ്ടായി. കാരണം അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കുട്ടിയെ ഹൊസൂരിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് അവർ ചെയ്തത്. ഈ കുട്ടി ഇപ്പോൾ ICUവിൽ ചികിത്സയിലാണ്. കുറെ കഴിവിട്ട ഡോക്ടേഴ്സ് ഉണ്ട്. വല്ല പൈസ കൊടുത്തായിരിക്കും അവന്മാര് ഡോക്ടറായത്. ആ കൊച്ചിനെ കുറച്ചാളും കൂടി അവന്മാർ ചികിത്സിച്ചിരുന്നെങ്കിൽ ആ കൊച്ചു മരിച്ചു പോയേനെ.